ഹലോ എവരിവൺ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് യുവർ ഫ്രണ്ട് സി എ അമിത് ഓൺ ദ ചാനൽ കോംപ്രേറ്റ് സി എ. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു യൂസറിൻ്റെ ഡിമാൻഡ് പ്രകാരം ഒരു ഒരു ടോപ്പിക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ബ്ലർട്ടിംഗ് മെത്തേഡ്. ബ്ലർട്ടിംഗ് മെത്തേഡ്, ഹൗ ടു അപ്ലൈ ദാറ്റ് വൈൽ യു സ്റ്റഡി. ഇനി ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ഫോർ ഫസ്റ്റ് ടൈം, ഇത് പുതിയതായിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ബ്ലർട്ടിംഗ് എന്നുള്ള മെത്തേഡിനെ കുറിച്ച് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണണം. തീർച്ചയായും കാണണമെങ്കിൽ ബ്ലർട്ടിംഗ് എന്താണെന്ന് ആദ്യം അറിയണം. ഫസ്റ്റ് ഞാനും ആക്ച്വലി ബ്ലർട്ടിംഗ് എന്താണ് എനിക്കും അറിയണമെന്നുണ്ടായിരുന്നില്ല. ബ്ലർട്ടിംഗ് ജസ്റ്റ് ഞാനൊന്ന് റിവ്യൂ ചെയ്ത് നോക്കി എന്താണ് ബ്ലർട്ടിംഗ് എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്? ബിക്കോസ് യെസ്, a loyal request on the channel, so I just deep dive into checking what is this strategy, what is this method. അതിന് എന്നെ പുതിയൊരു മെത്തേഡാണോ അല്ലെ എന്താണെന്നുള്ള അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് റിസർച്ച് നടത്തി നോക്കി. സോ ദിസ് മെത്തേഡ് ലൈക്ക് ബ്ലർട്ടിംഗ് ഈസ് ക്വൈറ്റ് പോപ്പുലർ ഡ്യൂറിങ് 2021-22 ഒരു ടിക്ടോക്ക് വീഡിയോയിലൂടെയാണ് ഇത് പോപ്പുലറൈസ് ചെയ്തു വന്നത്. മേ ബി ഇഫ് യു റീഡ് സം അതർ കണ്ടന്റ്, യെസ്, അതിന് മുന്നേ ഇത് ഉണ്ടാവാം. ബട്ട് ദിസ് വാസ് പോപ്പുലർ അറ്റ് ദാറ്റ് വീഡിയോയുടെ ഒരു ട്രെൻഡിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്താണ് ബ്ലർട്ടിംഗ് മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലർട്ടിംഗ് മെത്തേഡ്, ബ്ലർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും മനസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്യൂം ചെയ്തിട്ടുള്ള അത് ഇമീഡിയറ്റ്ലി പുറത്തേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ബ്ലർട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഈ പഠിപ്പിൽ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് റീകോൾ മെത്തേഡിൽ ഈ ഒരു മെത്തേഡ് ലൈക്ക് ബ്ലർട്ടിങ്ങും കൂടിയും ഇൻവോൾവ് ആണ്. ബ്ലർട്ടിംഗ് അതിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടും ഒന്ന് നോക്കാം. ബിക്കോസ് ഇഫ് ഐ എം മേക്കിംഗ് എ വീഡിയോ അബൌട്ട് ബ്ലർട്ടിംഗ് ഓർ എനി കൈൻഡ് ഓഫ് കണ്ടന്റ്, അത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ, അത് ഉപയോഗപ്പെടുന്നില്ല, ഡിസഡ്വാൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഫസ്റ്റ്, വാട്ട് ഇസ് ബ്ലർട്ടിംഗ്? നോ, ബ്ലർട്ടിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അഗെയിൻ എ ടൈപ്പ് ഓഫ് മെമ്മറി റീകോൾ ടെക്നിക്. ബട്ട് ബ്ലർട്ടിംഗ് മെത്തേഡ് എങ്ങനെയാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒരു കണ്ടൻറ്റ് വായിക്കുകയാണ്, ജസ്റ്റ് ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി അതിനെ കവർ ചെയ്യുക. അത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളതിനെ ഓർത്തെടുത്തിട്ട് എഴുതുക. 1, 2, 3 എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വായിച്ചിട്ടുള്ളത് ഓർത്തെടുക്കുക. ഞങ്ങളിത് സ്കൂളിൽ പണ്ട് ചെയ്യാമായിരുന്നു അല്ലേ. വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളല്ലായിരുന്നു കവർ ചെയ്തത്. അത് കവർ ചെയ്തത് ഞങ്ങളെ പേരൻസ് ആയിരിക്കും, ചിലപ്പോൾ മദറായിരിക്കും. എനിക്ക് മദറായിരുന്നു, മദർ കവർ ചെയ്യും. എന്നിട്ട് പറയും എന്തൊക്കെയാണ് പറഞ്ഞത്, വായിച്ച് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞ് തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പോയിൻറ്റ്സ് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ അടിയുണ്ടാവും, അടിയുണ്ടാവും. ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതാണ് ബ്ലർട്ടിംഗ്. വായിച്ചതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക, കവർ ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ഞാൻ ഒരു ജോക്ക് മാനറിൽ പറഞ്ഞു. ബട്ട് റിയലി ഇറ്റ് ഈസ് ലൈക്ക് ഇഫ് യു ആർ സ്റ്റഡിങ് സംതിങ്, അതിനെ വായിച്ചെടുത്ത് ഇമീഡിയറ്റ്ലി അതിനെ കവർ ചെയ്യുക, അതിനെ എഴുതിയെടുക്കുക ചെയ്യുക. അപ്പം സൗണ്ട്സ് വെരി സില്ലി അല്ലേ, സൗണ്ട്സ് വെരി സില്ലി. ബട്ട് സ്കൂൾ ഡേയ്സിൽ ദിസ് ഹാസ് ബീൻ യൂസ്ഫുൾ. ഓക്കെ, സ്കൂളല്ല, ഇഫ് സംബഡി ലൈക്സ് ദിസ് മെത്തേഡ് can go ahead and do this technique. Okay, so blurting method is simply like if you are reading a section or a portion of a content of your study material or subject, and then you can just cover that and start reading or writing it in points 1, 2, 3 whatever you know. പിന്നെ അതിനെ നോക്കുക, അതിനകത്ത് കറക്റ്റാണോ അതിനെ ഇമീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ലോങ് ടേം മെമ്മറി വെക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ബ്ലർട്ടിംഗ് മെത്തേഡ് അവകാശപ്പെടുന്നത്. നൗ കമ്മിങ് ടു ദി അഡ്വാൻറ്റേജസ് യെസ്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആക്റ്റീവ് റീകോൾ മെത്തേഡ് ആയിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും. യു വിൽ ബി ഏബിൾ ടു മെമ്മറൈസ് ഇറ്റ് ആൻഡ് ലോട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടാവും, നിങ്ങൾക്ക് എഴുതേണ്ടി വരും പോയിൻറ്റ്സിൽ. ദാറ്റ് വേ ഇത്രയേ ഉള്ളൂ അഡ്വാൻറ്റേജസ്. ലൈക്ക് ആക്റ്റീവ് റീകോൾ ചെയ്യാൻ പറ്റും ആൻഡ് യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ് അപ്പ്. ഓക്കെ, ഇതെല്ലാം ഇതിലും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. ഡിസഡ്വാൻറ്റേജസിലേക്ക് പോവാം. ഡിസഡ്വാൻറ്റേജസ് ഇസ് ലൈക്ക് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഒരു വാസ്റ്റ് പോർഷൻ അല്ലേ, നമുക്ക് സി എയിലും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എക്സാമിലേക്ക് പോകുന്നതിന് എത്ര വാസ്റ്റായിട്ടുള്ള പോർഷനാണ് കവർ ചെയ്യുന്നത്. ഇത്രയും വാസ്റ്റായ പോർഷൻ കവർ ചെയ്യാൻ ഉള്ളപ്പം ദിസ് കൈൻഡ് ഓഫ് മെത്തേഡ്, ഒരു പോർഷൻ, ഒരു പേപ്പർ, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ വായിച്ചിട്ട് അതിനെ റീകോൾ ചെയ്തെടുക്കുന്നത് ആക്ച്വലി മണ്ടത്തരാണ്. പിന്നെ അത്രയും ടൈം എടുക്കും. പിന്നെ അതിനെ എഴുതി വെക്കണം അല്ലേ.
ചെറിയ എന്തെങ്കിലും സിവിക്സോ ഹിസ്റ്ററിയോ എന്തെങ്കിലും വായിക്കുമ്പോൾ ചെറിയ കണ്ടൻ്റ് ആണെങ്കിലും ഓക്കെ, പക്ഷേ സിയുടെ സിലബസ് കവർ ചെയ്യുമ്പോഴേക്കും ഇറ്റ്സ് വെരി ടൈം കൺസ്യൂമിങ്. അതുപോലെ സെക്കൻഡ്ലി ഇറ്റ് ഇസ് വെരി മെൻ്റലി ടാക്സിങ് ആയിരിക്കും. ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുക്കേണ്ട ആവശ്യമില്ല, ആവശ്യമുണ്ടോ ഇല്ലയോ എല്ലാം നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഓർത്തെടുക്കേണ്ട കാര്യം മാത്രമായിട്ട് വീണ്ടും കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ആക്റ്റീവ് റീകോൾ ഓൾറെഡി ഉണ്ടല്ലോ. സോ ബ്ലേർട്ടിങ് ഇസ് നോട്ട് ദാറ്റ് യുനോ, അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. നൗ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ബ്ലേർട്ടിങ് മെത്തേഡ് എന്നുള്ളത് നമുക്ക് ആക്ച്വലി ഒരു വാസ്റ്റ് കണ്ടൻറ്റ് മനസ്സിലാക്കേണ്ട ഒരു സ്ഥലത്ത് അല്ലേ, വാസ്റ്റ് കണ്ടൻറ്റ്. ബിക്കോസ് സിലബസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം അതിനകത്തുള്ള പോയിൻറ്റ്സ് എടുക്കുക, അത് നമുക്ക് വേറെ എവിടെ അപ്ലൈ ചെയ്യുക ചെയ്യേണ്ടത്. യു ആർ ഗെറ്റിംഗ് മീ? In professional exams, whatever you study, you understand the concepts and then you have to apply it somewhere. അല്ലാതെ അതിനകത്ത് പോയിൻറ്റ്സ് റീകോൾ ചെയ്യുന്നില്ല. ചില ഏരിയാസ് ഉണ്ടാവും വേർ ഇറ്റ് ഈസ് നോട്ട് ദി സബ്ജക്റ്റീവ്, യു ഹാവ് ടു ലേൺ ദി ഒബ്ജക്റ്റീവ്സ്, ദെൻ ഓഫ് കോഴ്സ് 1 2 3 പോയിൻറ്റ്സ് നമുക്ക് ഓർത്തെടുക്കേണ്ടി വരും. അതും പോയിൻറ്റ്സ് ആണ്. ഉള്ളിൽ നിങ്ങൾ ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് കീ പോയിൻറ്റ്സ് വെച്ച് എഴുതുക വേണ്ടത്. സോ ബ്ലേർട്ടിങ് മെത്തേഡ് ഇറ്റ്സ് ലേണിംഗ് ആസ് ഇറ്റ് ഈസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ യൂസ് ഇറ്റ് അല്ലേ. ഒരു പോയിൻറ്റ്സ് വായിച്ചു, 1 2 3 പോയിൻറ്റ്സ് വായിച്ചു, ആ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഓർത്തെടുക്കാൻ മേ ബി കവർ ചെയ്തിട്ട് അതിനെ ഓർത്തെടുക്കാൻ വേണമെങ്കിൽ ചെയ്യാം. ബട്ട് ലോങ് റൺ എല്ലാവിടെയും ബ്ലേർട്ടിങ് വിൽ നോട്ട് ബി യൂസ്ഫുൾ. ഓക്കെ, ദാറ്റ് ഈസ് മൈ advice on blurting. So blurting method is already there in place, വളരെ ഏർലിയർ ഉള്ള ഒരു പോർഷൻ തന്നെയാണ്. നമ്മൾ സ്കൂളിലും അവിടെയൊക്കെ വായിക്കുമ്പോൾ മേ ബി സ്കൂളിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി ഒബ്ജക്റ്റീവാണ്. ലൈക്ക് 1 2 3 4 പോയിൻറ്റ്സ് നമുക്ക് ഓർത്തെടുക്കാം, അതുപോലെ എഴുതാം, അങ്ങനെയുള്ള അപ്പോൾ ചെറിയ ഏരിയാസാണ്. അപ്പോൾ അത്രയും വാസ്റ്റ് കണ്ടൻറ്റ് ആലോചിക്കേണ്ട. പിന്നെ ഒരു ക്വസ്റ്റ്യന് അതേ ആൻസർ ആയിരിക്കും, അത് ആ ആൻസർ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ വേറെ എവിടെയും അപ്ലൈ ആവില്ല, കോൺസെപ്റ്റ് വേറെ എവിടെയും അപ്ലൈ ആവില്ല. അങ്ങനെയുള്ള ഒരു പരിപാടിയും സ്കൂളിലില്ല. അപ്പം ഇതാണ് ചോദ്യം, ഇതാണ് ഉത്തരം, ഈ ചോദ്യത്തിൻ്റെ ഇതാണ് ഉത്തരം, അങ്ങനെ എല്ലാവരും സ്റ്റഡി ആയിട്ടുള്ളതാണ്. അവിടെ വേണമെങ്കിൽ ബ്ലേർട്ടിങ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഓക്കെ, സോ ബ്ലേർട്ടിങ് മെത്തേഡ് ഞാനത് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഓഫ് വാസ്റ്റ് പോർഷൻ ദാറ്റ് വി ഹാവ് ടു കവർ ആൻഡ് മെമ്മറൈസ് ആൻഡ് റീറ്റെയിൻ ഇറ്റ് ആൻഡ് അപ്ലൈ വേറെവർ ഇറ്റ് കംസ്. അങ്ങനെ ഒരു ടെക്നിക്കിൽ ബ്ലേർട്ടിങ് ഇസ് നോട്ട് യൂസ്ഫുൾ. ബിക്കോസ് ബ്ലേർട്ടിങ് എപ്പോഴും എന്താണ് ഓർത്തെടുക്കുന്നത്, ഈ ചോദ്യത്തിന് ഈ ഉത്തരമാണ് ഈ ഓർക്കേണ്ടതെന്നുള്ള പോയിൻറ്റ്സ് ആണ് ഓർക്കുക. പക്ഷേ ആക്റ്റീവ് റീകോളിൽ നമ്മൾ കോൺസെപ്ച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ ആക്റ്റീവ്ലി റീകോൾ ചെയ്തെടുക്കുക ചെയ്യുക, ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ആപ്ലിക്കേഷൻ. So blurting, this is about blurting method. If if there is any method or strategy that needs to be applied for blurting, is like simple. Step 1, ഒരു പോർഷൻ വായിക്കുക. സെക്കൻഡ്, കവർ ചെയ്യുക. തേർഡ്, റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ നോട്ട്സ് ലൈക്ക് 1 2 3 4 പോയിൻറ്റ്സ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓർക്കാൻ പറ്റുന്നതോ ഓർക്കെടുത്ത് റൈറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഈ കണ്ടൻറ്റ് വായിച്ചിട്ട് ഈ നമ്മൾ എഴുതി വെച്ച പോയിൻറ്റ് കറക്റ്റാണോ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും പഠിച്ചെടുക്കുക, എന്നിട്ട് വീണ്ടും എഴുതുക. അങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യുന്നവരെ കൊണ്ടുവരിക. പിന്നെ അതിനെ ഹാബിച്വലി റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് തന്നെ എത്ര പ്രാവശ്യം ഒരു കണ്ടൻറ്റ് വായിച്ചതിന് എത്ര പ്രാവശ്യം നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ നന്നായി റീറ്റെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ മൂവ് ചെയ്യുക. അങ്ങനെ അതാണ് ബേസിക്കലി. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എത്ര ടൈമാണ് എടുക്കുകയാണ്. യു ഹാവ് സോ മെനി സിലബസ് ടു റീഡ്, യു ഹാവ് സോ മെനി കോണ്ടൻറ്റ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ വാസ്റ്റ് ആയ പോർഷൻ, ഒരു വാസ്റ്റ് ആയ സിലബസ് കവർ ചെയ്യാൻ ഇറ്റ് വിൽ ബി വെരി വെരി ഡിഫിക്കൾട്ട്. സോ ഐ വുഡ് നോട്ട് പേഴ്സണലി റെക്കമെൻഡ് ബ്ലേർട്ടിങ് മെത്തേഡ്. സോ hope you have liked this content, and if you have want to understand any insightful videos, there are plenty of them on this channel, Comrade CA. And you have any comments, please do leave it out on the comment section. I'll be much delightful to give you a reply as well as make any video on this channel, Comrade CA. So this is Amit, CA Amit, signing off. Stay healthy, stay motivated, and stay connected, and thanks for watching this video.